ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം, കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് സബ്മിറ്റഡ് ബൈ മിസ്റ്റർ സോമൻ. ഫസ്റ്റ് ഐറ്റം, ഡിവിഡൻഡ് തന്നിരിക്കുകയാണ്, ഗ്രോസ് എമൗണ്ട് റുപ്പീസ് 9,600. ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഇറ്റ്സ് കളക്ഷൻ റുപ്പീസ് 5,000. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിവിഡൻഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്. നമ്മൾ ഡിവിഡൻഡ് എപ്പോഴും നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ വെറുതെ ഡിവിഡൻഡ് തന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി. അപ്പോൾ അത്തരത്തിലുള്ള ഡിവിഡൻറ്റുകളെ നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡിവിഡൻഡ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, എക്സംപ്റ്റഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ ഐറ്റത്തിൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഇറ്റ്സ് കളക്ഷൻ. അപ്പോൾ നമുക്ക് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ ഡിവിഡൻഡ് തന്നെ എക്സംപ്റ്റഡ് ഐറ്റമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ എക്സ്പെൻസസിനെ നമുക്ക് ഡിഡക്ഷനായിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ദ തേർഡ് ഐറ്റം, റെസിപ്റ്റ്സ് ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ടാക്സബിൾ ആയിട്ടാണ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതുന്ന ആയിട്ടാണ്. ദെൻ റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാണ് ഇനി ബാക്കി പറയുന്ന മൂന്നെണ്ണം കേട്ടോ. അതായത് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് അഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷനാണ്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതും അഡ്മിസിബിൾ ആയിട്ടുള്ള റിഡക്ഷനാണ്. ഡിപ്രീസിയേഷൻ അലൗഡ് ഫോർ ലെറ്റിംഗ്, അതും അഡ്മിസിബിൾ ആയിട്ടുള്ള റിഡക്ഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? നമ്മൾ ആദ്യം നമുക്കിതിൽ ഡിവിഡൻഡ് എമൗണ്ട് എഴുതി. ആ ഡിവിഡൻഡ് എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, അപ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിൽ എക്സംപ്റ്റ് എന്ന് എഴുതി. ദെൻ റിസീവ്സ് ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 10,000 റുപ്പീസ് നമുക്കുണ്ട്. ഈ രണ്ട് ഇൻകംസ് മാത്രമേ നമുക്കിവിടെ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ആയിട്ട് നമുക്കിവിടെ എഴുതാറുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൽ അഡ്മിസിബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, അഡ്മിസിബിൾ എക്സ്പെൻസസ് ഏതൊക്കെയാണ് വരുന്നത്, റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് ഡിപ്രീസിയേഷൻ അലൗഡ് ഫോർ ലെറ്റിംഗ്. മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ റെസീപ്റ്റുകളും എക്സ്പെൻസസും, അതായത് റെസീപ്റ്റുകളും ഡിഡക്ഷൻസും സെയിം എമൗണ്ട് ആണ്. അതുകൊണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് 0 ആണ്, നില്ലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. Now, moving to the next question. Sri Raja, a college professor, furnished the following particulars. You are required to compute his income from other sources. ഇതിൽ ഫസ്റ്റ് ഐറ്റം മിസ്റ്റർ ശ്രീ രാജയാണ് നമ്മുടെ SSC. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് എക്സാമിനേഷൻ റെമ്യൂണറേഷൻ. ഞാൻ പറഞ്ഞു എക്സാമിനേഷൻ റെമ്യൂണറേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതേണ്ട ഐറ്റമാണ്, 7,000 രൂപ. ദെൻ റോയൽറ്റി ഫ്രം ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്, അതും ഇതേമാതിരി തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ എഴുതേണ്ട ഐറ്റമാണ്. ദെൻ വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ്, വെറുതെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഊഹിക്കാം ഗ്രോസ് ചെയ്ത എമൗണ്ട് തന്നെയാണ് 6,700 രൂപ എന്ന്. ദെൻ വിന്നിങ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി, ഇതും ഗ്രോസ് ചെയ്ത എമൗണ്ട് തന്നെയാണ് 30,000 രൂപ. ഇനി എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്, അതൊരു ചിലവാണല്ലേ, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ഇൻകവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 12,000 രൂപേനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല, ഡിഡക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിനേഷൻ റെമ്യൂണറേഷനായി 7,000, റോയൽറ്റി 25,000, വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ് 6,700, വിന്നിങ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി 30,000, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ 68,700 രൂപ എഴുതുക. ദെൻ താഴെ നോട്ടായിട്ട് നമുക്ക് എന്ത് എഴുതാം, എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ലോട്ടറി ടിക്കറ്റ് ഈസ് നോട്ട് ആൻ അഡ്മിസിബിൾ ഡിഡക്ഷൻ എന്നും എഴുതി വയ്ക്കാം. ഓക്കെ. Now moving to the next question. Mr. Gangadharan gives you the following particulars of his income for the previous year 2019-20. Compute his gross total income. ഇതിൽ ഫസ്റ്റ് ഐറ്റം ഗംഗാധരൻ്റെ ഇൻകംസ് ആണ് എന്തൊക്കെയാണെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ആണ്, നമുക്കത് എക്സംപ്റ്റഡ് ആണ്. ദെൻ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഗ്രോസ്, പ്രിഫറൻസ് ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ്, എക്സംപ്റ്റഡ് ആണ്. ദെൻ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി, അത് നമുക്ക് അലൗ ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻകം, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടാക്സബിൾ ആയിട്ടാണ്. ദെൻ ഡയറക്ടർ സിറ്റിംഗ് ഫീ ടാക്സബിൾ ആണ്. ഗ്രൗണ്ട് റെൻറ്റ് ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് ടാക്സബിൾ ആണ്. വിന്നിങ് ഫ്രം ലോട്ടറി ബ്രാക്കറ്റിൽ നെറ്റ് എന്നാണ് തന്നത്. അപ്പോൾ നെറ്റ് എന്ന് തന്നു കഴിഞ്ഞാൽ നാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ്, നമ്മളത് ഗ്രോസ് അപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് 14,000 × 100/70. ദെൻ കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻറ്റ്, ഇവിടെ ഇനി വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഡിഡക്ഷനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡിഡക്ഷൻ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, എക്സംപ്റ്റഡ് ആയ ഒരു ഐറ്റത്തിൻ്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ഡിഡക്ഷൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഒക്കെ നമുക്ക് എക്സംപ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കളക്ഷൻ ചാർജ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല,
നമുക്ക് ഡിഡക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ദെൻ ദ നെക്സ്റ്റ് ഐറ്റം ഈസ് ഡിപ്രീസിയേഷൻ അലൗവബിൾ. ഡിപ്രീസിയേഷൻ അലൗവബിൾ നമുക്ക് അലൗവബിൾ ആയിട്ടുള്ള ഡിഡക്ഷനാണ്. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഫയർ ഇൻഷുറൻസ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി വി വിൽ ബി റൈറ്റിംഗ് ദ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും എക്സംപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി 54,000 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 5,000. ഡയറക്ടേഴ്സ് സിറ്റിംഗ് ഫീ 2,400. ഗ്രൗണ്ട് റെൻറ്റ് 1,200. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ് സോഴ്സസ് 20,000. ദെൻ വിന്നിംഗ് ഫ്രം ലോട്ടറി ചെയ്യുന്ന സമയത്ത് നെറ്റ് എമൗണ്ട് ആണ് തന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഗ്രോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 40,000 ഇൻറ്റു 100/70 ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 20,000. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻകംസിനെ എല്ലാം കൂടി കൂട്ടുന്നു. ഇതിൽ നിന്ന് നമ്മൾ അഡ്മിസിബിളായ എക്സ്പെൻസസ് എല്ലാം തന്നെ, ഡിഡക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിപ്രീസിയേഷനും ഫയർ ഇൻഷുറൻസ് പ്രീമിയവും നമ്മൾ മൈനസ് ചെയ്യുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 8,200. ഇനി എന്ത് ചെയ്യുന്നു, ഈ 1,02,600 നിന്ന് 8,200 രൂപ കുറച്ചിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് വി വിൽ ബി ഗെറ്റിംഗ് ആസ് 94,400. Now, moving to the next question. Mr. Raghavan invested his money in the following securities. അപ്പോൾ ഇതിൽ കുറേ സെക്യൂരിറ്റീസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റീസ് നമ്മൾ 4 തിരിച്ചിട്ടുണ്ട്. ലെസ് ടാക്സ് സെക്യൂരിറ്റി, ടാക്സ് ഫ്രീ സെക്യൂരിറ്റി, ഗവൺമെൻറ് സെക്യൂരിറ്റീസും നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 4 നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ സെക്യൂരിറ്റിയും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏത് സെക്യൂരിറ്റി ആണ് എന്ന് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. ഇതിൽ ആദ്യത്തെ ഐറ്റം 10% ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അവിടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റിയിലാണ് ഈ 10% ഗവൺമെൻറ് സെക്യൂരിറ്റി വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു ടാക്സബിൾ ഐറ്റമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റിയുടെ എമൗണ്ട് ആണ് തന്നത് 35,000 രൂപ. ഇനി ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ 10% ഗവൺമെൻറ് സെക്യൂരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 10% ഇൻട്രസ്റ്റ് ആണ് എന്ത് കിട്ടുന്നത്, ഈ 35,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 35,000 ഇൻറ്റു 10/100 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഐറ്റം 12% കേരള മുനിസിപ്പൽ ബോണ്ട്സ്. 12% കേരള മുനിസിപ്പൽ ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ എമൗണ്ടും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട് അല്ലേ. എമൗണ്ട് 20,000 രൂപ, 12% ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആ എമൗണ്ട് ജസ്റ്റ് നമുക്ക് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഈസ് 9% കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ബോണ്ട്. ഈ പറഞ്ഞതും ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. ഇവിടെയും എമൗണ്ടും ഇൻട്രസ്റ്റ് പെർസെൻറ്റേജും ഡയറക്റ്റായിട്ട് തന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ 40% ഇൻറ്റു 9/100 ഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് എഴുതിയാൽ മതി. ദെൻ 7-year പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. അതെന്താണ്, അതൊരു എക്സംപ്റ്റഡ് ഐറ്റം ആണല്ലോ, അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ 9% സെക്യൂരിറ്റീസ് ഓഫ് ഫോറിൻ ഗവൺമെൻറ്. ഈ പറഞ്ഞതും വരുന്നത് എന്താണ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 36,000 ഇൻറ്റു 9/100 നമ്മൾ എമൗണ്ട് എഴുതിയാൽ മതി. ദെൻ 7% ഗവൺമെൻറ് ബോണ്ടും അതേപോലെ തന്നെ 7% നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റും, ഈ രണ്ടെണ്ണവും ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് എങ്കിൽ നമ്മൾ പഠിച്ചത് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല, നമ്മളതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നൗ മൂവിങ് ടു ദ പാരഗ്രാഫ്. ഹി പെയ്ഡ് ₹20 അല്ല കേട്ടോ, 120 ആണ്. അവിടെ ഒരു 1 കൂടി കൂട്ടോ. ഹി പെയ്ഡ് ₹120 ആസ് കമ്മീഷൻ ഫോർ കളക്ടിങ് ദ ടാക്സ് പേയബിൾ for interest pay taxable and ₹2,400 as interest on loan which had been taken for the purpose of purchasing Cochin Port Trust Bond. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, 35,000 ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 3,500. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കേരള മുനിസിപ്പൽ ബോണ്ട്. കേരള മുനിസിപ്പൽ ബോണ്ട് ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്. ഇവിടെ എമൗണ്ടും ഇൻട്രസ്റ്റും നേരിട്ട് തന്നതുകൊണ്ട് നമ്മൾ ഗ്രോസപ്പ് ചെയ്യണില്ല. അങ്ങനെയല്ല തന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഗ്രോസപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇതിവിടെ നമുക്ക് എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡയറക്റ്റ് തന്നതുകൊണ്ട് നമ്മൾ ഗ്രോസപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എമൗണ്ട് എഴുതുന്നു 2,400 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ബോണ്ട്, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 3,600 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് ബോണ്ട് എമൗണ്ട് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 700 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓഫ് ഫോറിൻ ഗവൺമെൻറ് ദാറ്റ് ഈസ് 36,000 ഇൻറ്റു 9/100 ദാറ്റ് ഈസ് 3,240.
നമ്മളെല്ലാ ഇൻകംസ് കൂടി കൂട്ടുന്നു ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 13,440. അതിൽ നിന്ന് നമുക്ക് അഡ്മിസിബിളായ എക്സ്പെൻസസ് അല്ലെങ്കിൽ അഡ്മിസിബിളായ ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ഐറ്റം കളക്ഷൻ ചാർജ് 120 രൂപ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,400 ആൻഡ് വി വിൽ ബി ടോട്ടലിംഗ് ദിസ് ഇന്നർ എമൗണ്ട് കോളം ആൻഡ് വി വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഇൻ outer amount column as 2,420. Then from this 13,440 we will be deducting this 2,520 and we will be arriving the income from other source as 10,920. Okay, moving to the next question. Compute income from other source of Mr. Ganguly for the assessment year 2020-21. മിസ്റ്റർ ഗാംഗുലിയാണ് നമ്മുടെ SSC. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകംസ് ആണ് പറയുന്നത്. ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി ഹി റിസീവ്ഡ് ₹26,000 ആസ് ഡയറക്ടർ ഫീ. അപ്പോൾ ഡയറക്ടർ ഫീ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആണ്. ദെൻ ഹി റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഡൺ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സബിൾ ഐറ്റമാണ്. ദെൻ റിസീവ്ഡ് ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ഇവിടെ റിസീവ്ഡ് ഡിവിഡൻഡ് എന്ന് വെറുതെ തന്നിരിക്കുകയല്ല. വെറുതെ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ്. ഇവിടെ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ഫോറിൻ കമ്പനിയിൽ നിന്നാണ് ഡിവിഡൻഡ് റിസീവ് ചെയ്തത് എന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് എന്താണ്, ടാക്സബിൾ ഐറ്റമാണ്. ദെൻ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് എന്തെങ്കിലും വരുമാനങ്ങളുണ്ട് എങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റഡ് ഐറ്റമാണ്. പക്ഷേ ഒരു ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത് എബ്രോഡിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ രാജ്യത്തിൽ നിന്നുള്ള അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സബിൾ ഐറ്റമാണ്. അപ്പോൾ ഈ 1,56,000 രൂപയ്ക്ക് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ദെൻ റിസീവ്ഡ് ഹോണറേറിയം ഫോർ ഡെലിവറിങ് ലെക്ചേഴ്സ് ഇൻ എ രജിസ്റ്റേർഡ് സൊസൈറ്റി. സംശയമില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ എഴുതുന്നതായിട്ടാണ്. റിസീവ്ഡ് ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി. അവിടെ ലോട്ടറി അടിക്കുകയാണ് ചെയ്യുന്നത്. ലോട്ടറി അടിക്കുന്ന സമയത്ത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റിസീവ്ഡ് എന്നുള്ള വാക്ക് അവിടെ വരുന്നുണ്ട്. റിസീവ്ഡ് എന്നുള്ള വാക്ക് കാഷ്വൽ ഇൻകത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് ചെയ്യണം. അപ്പോൾ ഈ 21,000 ഇൻറ്റു 100/70 ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ചെയ്ത എമൗണ്ട് കിട്ടും. ആ എമൗണ്ടാണ് നമുക്ക് ടാക്സബിളായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്ടേഴ്സ് ഫീ നമ്മൾ എഴുതി, ഇൻട്രസ്റ്റ് ഫ്രം കോപ്പറേറ്റീവ്സ് ബാങ്ക് എഴുതി, ഹോണറേറിയം എഴുതി, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് എഴുതി, ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി എഴുതി. ലോട്ടറി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഗ്രോസ് ചെയ്തിട്ട് എഴുതി 30,000 രൂപ. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്മിസിബിളായ ഡിഡക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,30,400 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക്